നമ്മുടെ സംസ്ഥാനം മാതാപിതാക്കളുടെ കണ്ണുനീർ കൊണ്ട് വല്ലാതങ്ങ് നനയുകയാണ്. എത്ര നാളുകൊണ്ട് നാം ഇങ്ങനെ കുട്ടികൾക്കെതിരായിട്ടുള്ള റാഗിംഗ് ശ്രമമായാലും കൊലപാതകമായാലും കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഇതിന് ഒരു അന്ത്യമില്ലേ? ഒരു നിമിഷം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും ചിന്തിക്കും, നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന്. ശരിയാണ്, നമ്മുടെ നിയമമുണ്ട്. മാധ്യമങ്ങളിലും മരിച്ച കുട്ടിയുടെ ശവസംസ്കാര ചടങ്ങിന്റെ ദൃശ്യങ്ങളുണ്ടായിരുന്നു. ആ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് വല്ലാതെ വിങ്ങൽ തോന്നും. എത്ര വേദന ആ കുട്ടി അനുഭവിച്ചു കാണും. അതിനുവേണ്ടി എന്ത് തെറ്റാണ് അവൻ ചെയ്തത്? ആ മാതാപിതാക്കൾ ഇതെങ്ങനെ സഹിക്കും? എത്രയോ കാഴ്ചകൾ ഇങ്ങനെ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നു. റാഗിങ്ങിന്റെ പേരിൽ കുട്ടികൾക്കെതിരെ ചെയ്യപ്പെടുന്ന ക്രൂരതകൾ, ഇതിനെല്ലാം ഒരവസാനമില്ലേ? എന്നാണ് ഇതിന്റെ അവസാനം ഉണ്ടാവുക? ഇനി ഒരാൾക്കും ഈ ഒരു ഗതി വരരുത്. അങ്ങനെ ചെയ്യാൻ നിയമത്തിന് സാധിച്ചില്ലെങ്കിൽ ചെയ്യാവുന്ന ഒന്ന് മാത്രമാണ്, മരിച്ചുപോയ കുട്ടിയെ തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് നിയമത്തിൽ ഇളവുകളാകാം. ഈ വാർത്തയും ഇതിന്റെ ചൂടും ഒക്കെ കെട്ടടങ്ങുമ്പോൾ എല്ലാം ശമിക്കും. പക്ഷേ ആ മരിച്ച കുട്ടിയുടെ വീട്ടിലെ അവസ്ഥ, അവരുടെ നഷ്ടം ആര് നികത്തും? നമ്മുടെ എല്ലാം മനസ്സ് ഇനി ഇങ്ങനൊരു ഗതി ഒരു കുട്ടിക്കും ഉണ്ടാകരുതെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യും. പക്ഷേ ഇനി ഇങ്ങനെ സംഭവിക്കരുത് എന്നുള്ള യാചനയല്ല വേണ്ടത്, മറിച്ച് നിയമത്തിൽ മാറ്റം വരണം. സഹജീവികളോട് യാതൊരു കാരുണ്യമില്ലാതെ ആയുധമെടുത്ത് അവരെ മുറിവേൽപ്പിക്കുകയും അവരെ കൊല്ലാൻ പോലും ഉറപ്പുള്ള മനസ്സാണെങ്കിൽ ആ മനസ്സ് ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. അവരുടെ പ്രായത്തെ മാനിക്കേണ്ട കാര്യമില്ല. നിയമം മാറ്റപ്പെടുക തന്നെ വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഇത് കെട്ടടങ്ങി അടുത്തൊരു വാർത്ത നമ്മെ തേടിയെത്തിക്കൊണ്ടേയിരിക്കും.